വീഡിയോസ് ഓൺ ചെയ്ത വേഗം. ഇങ്ങനെയുള്ള വീഡിയോസ് ഓൺ ആവണ്ടല്ലോ. അഫിൻ അവിടെ വീഡിയോസ് അവിടെ. ഓക്കെ, മുഹമ്മദ് ബിൻ ഷാദ് പറയണ. മുഹമ്മദ് ബിൻ ഷാദ്, എന്തായിരുന്നു വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല? 4 into pi r square. കേട്ടില്ല. 4 into pi r square. 4 pi r square, വോളിയം ഓഫ് എ സ്ഫിയർ. വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല പറഞ്ഞ അലഹ? 4/3 pi r ക്യൂബിക് ആണോ? 3 ആണോ? എനിക്കറിയില്ല. അതെ, 3 വരും. 4/3 pi r cube. Show by what about the volume of a hemisphere? 2/3 pi r cube. 2/3 pi r cube. What is surface area of a sphere? Tafsiya? 4 pi r square. 4 pi r square. What is surface area of a hemisphere, Fatima Sala? 3 pi r square. 3 pi r square. ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായിരുന്നു വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല? 4/3 pi r cube. 4/3 pi r cube. Here, what about the surface area of a sphere? 4 pi r square. 4 pi r square. ശരി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലം എടുത്ത വേഗം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആദിൽ മുഹമ്മദ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേടാ. Find the surface area and volume of a sphere. ആ, ബാക്കി അത്രേ ഉള്ളോ? ഫൈൻഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ സ്ഫിയറിന്റെ ബാക്കി പറടാ ആദിൽ മുഹമ്മദ്. ഇവിടെ ആദിൽ മുഹമ്മദ്. Surface area of a solid sphere is 120 square centimeter. If it is cut into two halves, what would be the surface area of each ആ പ്രോബ്ലം നമ്മൾ hemisphere? ചെയ്തിട്ടില്ല. അത് നമ്മൾ തുടങ്ങിയായിരുന്നല്ലേ? ജസ്റ്റ് നമ്മൾ തുടങ്ങിയെന്ന് തോന്നുന്നു ആ പ്രോബ്ലം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അത് വേഗം ആയിക്കോട്ടെ. ഒരു 3 മിനിറ്റോടെ മാക്സിമം കേട്ടോ ക്വസ്റ്റ്യൻ. 3 മിനിറ്റ്. എത്രാം ക്വസ്റ്റ്യനാ? ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സർഫസ് ഏരിയ 120 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. രണ്ട് മിനിറ്റോടെ അതിൽ ആൻസറിലേക്ക് എത്താൻ നമുക്ക് ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. ഒന്ന് നമ്മൾ ഒരല്പം കുരുട്ടൂതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളാക്കി നമുക്ക് അതിനെ ചെയ്യാം. ഇല്ലെങ്കിലും ആൻസർ കിട്ടും. ഇനി നോർമൽ മെത്തേഡിൽ കൂടെ പോലും ആൻസറൊക്കെ കിട്ടും, കിട്ടാതിരിക്കൊന്നുമില്ല. ഒരു മിനിറ്റ് പറയാം കേട്ടോ. കിട്ടിയിട്ട് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ. നിങ്ങളരുതേ. Seconds more.
10 seconds. Okay, right. വെറുതെ ബോർഡിലേക്ക് നോക്കിയിട്ട് യാതൊരു പ്രയോജനം ഇല്ല കേട്ടോ. ചുമ്മാ ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ എന്താ എഴുതുന്നത്? അതുകൊണ്ട് ഗുണമില്ല. പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്? നിഷാന ചെയ്യാതെ പറയും. എന്താ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ? സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന എന്ത് കിട്ടണം? റേഡിയസ് കിട്ടണം. എന്താ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ? സ്ഫിയറിന്റെ സർഫസ് ഏരിയ. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് ഏരിയ ഹെമിസ്ഫിയർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സ്ഫിയറിന്റെ സർഫസ് ഏരിയ 120 തന്നേക്കണം. ആ, അതിന്റെ പകുതി അവിടെയാണ് നമ്മൾ തെറ്റിക്കുക. സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ പകുതി അല്ല ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ. ഇന്നലെ ഞാൻ കൃത്യം അത് പറഞ്ഞതാണല്ലോ. കൃത്യം നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ. സ്ഫിയറിനെ കട്ട് ചെയ്ത് പകുതിയാക്കുമ്പോ 2 പുതിയ സർഫസുകൾ ഉണ്ടാവുന്നു. അവർക്ക് നിശാന. അപ്പൊ ഉരുണ്ടിരിക്കുന്ന ആള് പപ്പാതി 2 ഹെമിസ്ഫിയറിലും പപ്പാതി കിട്ടും. പക്ഷെ പുതിയ 2 ആൾക്കാർ സർക്കിൾ ആയിട്ട് വരും. അതുകൊണ്ടല്ലേ മോളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താ നിശാന? ഫോമുല എന്താ? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4πr². ഹെമിസ്ഫിയർ സർഫസ് ഏരിയ എന്താ? 3πr². പകുതിയാണോ നേരോടെ തന്നെ? അല്ല, 4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2πr² വരണ്ടേ? അല്ല വന്നേ, 3 അല്ല വന്നേ. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞ കട്ട് ചെയ്യുമ്പോ ഒരു സർക്കുലർ സർഫസ് എക്സ്ട്രാ ഉണ്ടാവും നമ്മൾ പറഞ്ഞത്. അമ്മ സോളിയ, ഹൗ വി ക്യാൻ ട്രൈ ദ ക്വസ്റ്റ്യൻ? 4πr² equal to 120 എന്ന് കൊടുക്കാം. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4πr² equal to 120 ആണ്. ശരി, എന്നിട്ട് πr² is equal to 120 divided by 4 ആണ്. ഫൈൻ. സോ 30 കിട്ടി. എന്നിട്ട് r² is equal to 30 by pi എന്ന് കിട്ടും. അതിന്റെ അർത്ഥം r is equal to root of 30 by pi എന്നാണ്. ഒരു തെറ്റുമില്ല. അങ്ങനെ നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു. റേഡിയസ് കിട്ടിയപ്പോൾ നേരെ ഫോമുല പറഞ്ഞിടേ. എന്താണ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറിന്റെ ഫോമുല? 4πr³ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറോ? 4/3πr³. അപ്പൊ വോളിയം ഓഫ് സ്ഫിയർ എന്താ? പഠിച്ചിട്ടില്ല. മാറിപ്പോയി. മാറിപ്പോകുമ്പോ എനിക്കിവിടെ പേരെഴുതി വെക്കാൻ നിവൃത്തിയില്ല. എന്താണ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറിന്റെ ഫോമുല? ഹാരിസ് നിസാർ. 3πr². 3πr² ആണ്. അതിൽ നമുക്ക് കൊണ്ടുവന്ന് ഈ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3π ഇൻറ്റു റൂട്ട് 30 by pi the whole square എന്ന് വരും. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും. 3π ഇൻറ്റു 30 by pi എന്ന് വരും. പൈ ആൻഡ് പൈ ക്യാൻ ബി ക്യാൻസൽ. 3 ഇൻറ്റു 30 90 എന്ന ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ, ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം കേട്ടെ. ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് റൂട്ട് 30 by pi എന്നൊക്കെ പറയുന്ന ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകാതെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേറെ വഴി കൂടിയുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്തെടുക്കുന്നു. 4πr² is equal to 120 ആണ് എങ്കിൽ πr² equal to 120 by 4 ആണ്, അതായത് 30 ആണ്. ഇനി സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറിന്റെ ഫോമുല അത് 3πr² എന്നല്ലേ? അതിൽ ഈ πr² വാല്യൂ ഇപ്പൊ നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? πr² വാല്യൂ എത്രയാ ഭീമ സിദ്ദീഖ്? πr² എത്രയാ? 30 തൊട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു ഈ πr² പകരം 30 കൊടുക്കാം. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. ഇത് ഈ ക്വസ്റ്റ്യനിൽ മാത്രം നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആട്ടോ. എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോർമൽ മെത്തേഡ് റേഡിയസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് തന്നെ, ഒരു മാറ്റമില്ല. ഓക്കെ, ലൈക്ക് ദിസ് വി ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ.
അതിൽ ഇതാണ് നമുക്ക് കോമൺ ആയ മെത്തേഡ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല, സംശയവും വേണ്ട കേട്ടോ ഈ മെത്തേഡ്. മറ്റേത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ വന്നതുകൊണ്ട് പൈ ആർ സ്ക്വയർ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം എന്ന് മാത്രം. ഒന്നൊന്ന് ഉഷാറായിക്കേ വേഗം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഈ ചടഞ്ഞു കൂത്തിയിരിക്കല്ലേ. വേഗം വേഗം വേഗം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കുക, തന്നിരിക്കുന്ന കാര്യം എടുത്ത് എഴുതുക. ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കൺസെപ്റ്റ് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല, കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ യു ഹാവ് മാക്സിമം 1 more minute കേട്ടോ. സിംപ്ലിഫിക്കേഷനിൽ ചിലപ്പോൾ ചില സംശയങ്ങൾ വന്നേക്കാം, നമുക്ക് നോക്കാം. തേർട്ടി സെക്കൻഡ്സ് മോർ. ഐഡിയ കിട്ടിയവർ ചെയ്ത് തുടങ്ങുക കേട്ടോ, വെറുതെ ഇരിക്കരുത്. ഐഡിയ കിട്ടിയവർ ചെയ്ത് തുടങ്ങുക, എഴുതി തുടങ്ങുക. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. ഡോണ്ട് വേസ്റ്റ് ടൈം. എന്താ ചെയ്യേണ്ടതെന്നുള്ള ധാരണ കിട്ടിയെങ്കിൽ ചെയ്തു തുടങ്ങുക, സമയം കളയരുത്. ഓക്കെ റൈറ്റ്. ക്വസ്റ്റ്യൻ മീനിങ് ഒന്ന് പറഞ്ഞാൽ കേക്കട്ടെ, എന്താന്നുള്ളേ പറടാ. അഫൻ ഹാഷിം ക്വസ്റ്റ്യൻ മീനിങ് പറടാ. Ratio of volume 27:64. എന്താണ് തന്നേക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞേ. Ratio of volume of two വോളിയത്തിന്റെ spheres. റേഷ്യോ തന്നിട്ടുണ്ട്. ശരി, റേഷ്യോ ഓഫ് വോളിയം ഉണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? Ratio of radii, ratio of surface area. റേഷ്യോ ഓഫ് റേഡിയൈ കണ്ടുപിടിക്കണം, റേഷ്യോ ഓഫ് സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, എന്താണ് വഴി? 3 മിനിറ്റ് മാക്സിമം ഉണ്ട് ട്രൈ ചെയ്യാൻ. 3 മിനിറ്റ് മാക്സിമം. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അതിനകത്തില്ല. നമ്മൾ വോളിയത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ റേഡിയസ് നമുക്ക് അറിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഹൈറ്റ് അറിയാത്തപ്പോൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ എക്സസൈസ് അല്ലേ? ഹൈറ്റ് നമുക്ക് അറിയാത്തപ്പോൾ നമ്മൾ ഹൈറ്റിനെ എങ്ങനെ ചൂസ് ചെയ്യുക? രണ്ടുപേരുടെ ഹന ഫാത്തിമ H1 H2 ആയിട്ട് എടുത്തു. H1 H2 എന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ റേഡിയസിനെ എടുക്കാം. നമുക്ക് അറിയില്ല. അപ്പൊ റേഡിയസിന് നമുക്ക് റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്ഫിയർ R1 എന്നും മറ്റേ R2 എന്നൊക്കെ എടുക്കാം. രണ്ടുപേരും വോളിയം കണ്ടുപിടിക്കാം. ആ വോളിയത്തിന്റെ റേഷ്യോ 27:64 ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 27:64 കിട്ടണം. അവിടെ നമുക്ക് റേഡിയസിന്റെ റേഷ്യോയിലേക്ക് എത്താൻ പറ്റും. വൺസ് റേഡിയസിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയി സർഫസിന്റെ റേഷ്യോയും കണ്ടുപിടിക്കും. അതാണ് അതിനുള്ള വഴി.
2 മിനിറ്റോടെ ഉണ്ട്. ട്രൈ ചെയ്യാൻ 2 മിനിറ്റോടെ. നല്ലപോലെ ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. കൃത്യമായ സ്റ്റെപ്സ് കൊടുക്കണേ. റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്ഫിയറിനെ R1 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് സെക്കൻഡ് സ്ഫിയറിനെ R2 എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈക്വൽ ടു ചില കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. വോളിയം ഓഫ് സെക്കൻഡ് സ്ഫിയറിനും കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഈ 2 വോളിയംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 27:64 ആണ്. ഇതാരാ കംപ്ലീറ്റ് ആയോ? ഒരു മിനിറ്റോടെ മാക്സിമം കേട്ടോ, 1 മിനിറ്റോടെ മാക്സിമം. ഹാരിസ് എവിടെ വരെ എത്തിടാ? ഹാരിസ് Sir, volume of first sphere. കണ്ടുപിടിച്ചോ? ഇല്ല. എന്താ കണ്ടുപിടിക്കാത്ത? ആ സ്റ്റെപ്പ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ എന്നുള്ള സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ വാല്യൂ കിട്ടണ്ടേ? നമ്മളിപ്പോ ചൂസ് ചെയ്ത് വെച്ചിട്ടൊക്കെ എനിക്ക് വാല്യൂ കിട്ടണം. എൽദോസ് എവിടെ എത്തി മോനെ? എൽദോസ് വോളിയത്തിന്റെ ഡിവൈഡ് എടുത്തു. വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ എന്ന് എഴുതിയേ? വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈസ് ഈക്വൽ ടു R1 സ്ക്വയറും വോളിയം ഓഫ് സെക്കൻഡ് സ്ഫിയർ ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ എഴുതിയിട്ട് വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈസ് ഈക്വൽ ടു R1 സ്ക്വയറും റേഡിയസ് ഓഫ് സെക്കൻഡ് സ്ഫിയർ ഈസ് ഈക്വൽ ടു R2 സ്ക്വയറും. റേഡിയസ് R1 സ്ക്വയർ തന്നെ. റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 R2 അങ്ങനെയല്ലേ വരുള്ളൂ. R1 സ്ക്വയർ എന്ന് പറയല്ലോ. ഷുഹൈബ് ഒന്ന് പറയടാ, എവിടെ എത്തി ഷുഹൈബേ? എന്താ ഒന്ന് പറഞ്ഞേ? കണ്ടുപിടിച്ചില്ല. എന്താ വോളിയത്തിന്റെ ഫോർമുല? നിങ്ങൾ ഈ ബോർഡിൽ സ്റ്റെപ്പ് ചെയ്താൽ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. 4/3 pi r cube. 4/3 pi r cube. അതിൽ ഫസ്റ്റ് സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ എന്താ എടുത്തേക്കുന്നത്? 27. അല്ല R1. അപ്പൊ എന്താ ഫോർമുല വരിക? 4/3 pi r square 1. അല്ല 4/3 pi r1 square. സ്ക്വയർ ആണോടാ? 4/3 pi r1 ക്യൂബ്. ഇത് എഴുതാൻ എവിടെയാണ് തടസ്സം? ഇതിലെന്താ അറിയില്ലാത്ത? അതും ബോർഡിൽ എഴുതാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ? ഇതുപോലെ സെക്കൻഡ് വണ്ടി എഴുത്, ഇത് ഡിവൈഡ് ചെയ്യേ. ഹലീം പറയടാ, സെക്കൻഡ് വണ്ടി എന്താ പറയുക ഹലീം? 4/3 pi r2 cube. 4/3 pi r2 ക്യൂബ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പറ്റാൽ സാധ്യത? രണ്ടുപേരും വോളിയംസ് കിട്ടിയിട്ടുണ്ട്. എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം? ഇക്വേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു, കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പറഞ്ഞു. 4/3 pi r1 ക്യൂബ്. വോളിയമിന്റെ അടുത്ത് 27 ഇടും. 27 ഇടാൻ പറ്റില്ല, അത് റേഷ്യോയാണ്. ഈക്വൽ 27 കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ പാടില്ല, തെറ്റാണ്. എന്ത് ചെയ്യും ഇവിടുത്തെ ബാലൻസ്? അരീന എന്ന് പറഞ്ഞേ. അരീന V1 is to V2 equal to 27 is to 64 അല്ലേ? ഓക്കെ. അപ്പൊ V1ന്റെ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയേക്കുന്ന 4/3 pi into R1 ക്യൂബും V2ന്റെ അടുത്ത് 4/3 pi into R2 ക്യൂബ് ഇട്ട് ഈക്വൽ ടു 27 is to 64.
അവിടെയാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ റേഷ്യോയാണ് ഇനി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. വോളിയത്തിന്റെ റേഷ്യോ 27:64 ആണ് എങ്കിൽ നമുക്ക് പറയാം 4/3 πr1 ക്യൂബ് ഒന്നാമത്തെ ആളുടെ വോളിയം ബൈ 4/3 πr2 ക്യൂബ് രണ്ടാമത്തെ ആളുടെ വോളിയം എന്ന് പറഞ്ഞ് 27/64 ആയിരിക്കും. അവിടെ നമുക്ക് നേരെ 4/3 π കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുക r1 ക്യൂബ് ഡിവൈഡഡ് ബൈ r2 ക്യൂബ്, r1 ക്യൂബ് ഡിവൈഡഡ് ബൈ r2 ക്യൂബ് ഈക്വൽ ടു 27/64. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ റേഡിയസിന്റെ റേഷ്യോ കിട്ടും. r1 ക്യൂബ് ബൈ r2 ക്യൂബ് ഈക്വൽ 27/64 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞില്ലേ, 27/64 ഒക്കെ ആരുടെ ക്യൂബാന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് നമ്പറിന്റെ ക്യൂബാണ് 27/64? അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വേണം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ. ഇനി ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത് മാത്രമാണ് അതിലൊരു ആകെ ക്വസ്റ്റ്യനിലൊരു ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പണി. അതായത് ഈ ചാപ്റ്റർ ഇതുവരെ ചെയ്യാത്തൊരു പണി ഇവനെ ഒരു സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മാത്രം. ബാക്കി റേഷ്യോയ്ക്ക് ഒരുപാട് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള സംഗതികളാണ്. എന്താ ചെയ്യുമെന്ന് പറഞ്ഞു എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് കേൾക്കട്ടെ. എൽസബത്തെ കിട്ടിയോ? സിംപ്ലിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയോ? അതിന്റെ 27 അത് 3:4 നമുക്ക് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. മെത്തേഡ് ഇത്രയുള്ള പിള്ളേരെ r1 ക്യൂബ് ബൈ r2 ക്യൂബ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. r1 ബൈ r2 ഹോൾ ക്യൂബ് നമുക്ക് ഇതിനെ എഴുതാം ഈക്വൽ ടു 27/64. ഇന്നലെ ക്യൂബ് റൂട്ട് എന്നൊരു സാധനം ഞാൻ പറഞ്ഞിരുന്നു. r1 ബൈ r2 ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27/64. 27ന്റെ ക്യൂബ് റൂട്ട് നിങ്ങൾ എടുത്താൽ കിട്ടുന്ന ആൻസർ 3ഉം 64ന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ കിട്ടുന്ന ആൻസർ 4ഉം ആണ്. അപ്പൊ r1 ബൈ r2 3/4 എന്ന് കിട്ടി. r1 is to r2 ഈക്വൽ 3:4 എന്ന് കിട്ടും. റേഷ്യോ ഓഫ് റേഡിയസ്. റേഡിയസ് റേഷ്യോ കിട്ടിയപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാട്ടോ. ഇനി ഇത് കിട്ടിയ ഡൗട്ടിലൊരു നോക്കിക്കോ. ഇന്നലെ ഒരെണ്ണം പറഞ്ഞതാണ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, പിന്നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1. 3യുടെ 3 പേരാളെ 27 എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27 അപ്പോൾ 3 കിട്ടും. 64ലേക്ക് വരുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 32, 16, 8, 4, 2, 1. അപ്പൊ 2ന്റെ 2 പേർ 2 × 2 അതാണ് 4 വന്നത്. അങ്ങനെ ക്യൂബ് റൂട്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. റേഷ്യോയുടെ റേഡിയസ് അത് നമുക്ക് 3:4 എന്ന് കിട്ടും. ഇനി എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ? വാട്ട് റിമൈൻസ്? റേഷ്യോ ഓഫ് റേഡിയസ് കൂടാതെ റേഷ്യോ ഓഫ് റേഡിയസ് കൂടാതെ വേറെന്താ ഉള്ളത്? റേഷ്യോ ഓഫ് സർഫസ് ഏരിയ. അത് സിമ്പിൾ ആട്ടോ. ഇതിൽ നിന്ന് അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. റേഡിയസിന്റെ റേഷ്യോ ഉണ്ട്.
R1 ഈക്വൽ ടു ചൂസ് ചെയ്യുന്നു, R2 ഈക്വൽ ടു ചൂസ് ചെയ്യുന്നു. നേരെ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് സ്ഫിയർ, അതുപോലെ തന്നെ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സ്ഫിയർ, then റേഷ്യോ ഓഫ് സർഫസ് ഏരിയ. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പണിയാണ്, കാരണം നമുക്ക് റേഡിയസിന്റെ റേഷ്യോ കിട്ടിയുള്ളത് കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടാവില്ല. എങ്ങനെ റേഡിയസിന്റെ വാല്യൂസ് ചൂസ് ചെയ്തെന്ന് പറഞ്ഞ കേൾക്കട്ടെ. റേഡിയസിനെ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ദിയ? 3R 4R. അബ്സല്യൂട്ട്ലി. R1 3:4 ആണ് റേഷ്യോ. അപ്പൊ R1 നമുക്ക് 3R എന്നും R2 4R എന്നും കൊടുക്കാം. സർഫസ് ഏരിയയുടെ ഫോർമുല ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. സർഫസ് ഏരിയയുടെ ഫോർമുല ടു ഫൈൻഡ് സർഫസ് ഏരിയ. ഫോർമുല നൗറൻ ഫാത്തിമ, സർഫസ് ഏരിയയുടെ ഫോർമുല എന്താ? 4πr² ആണ്. അതിലുള്ള റേഡിയസ് എന്നൊന്ന് ആലോചിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 4π ഇൻറ്റു രണ്ടാമത്തെ ആളും അങ്ങനെ തന്നെ. ഒരു 1 മിനിറ്റ് അവിടെ കേട്ടോ മാക്സിമം. കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ നമ്പർ 3 പോണേ. ഒക്കെ സിമ്പിൾ ആണ്. പറഞ്ഞോ ഫാത്തിമ. ഫാക്ടറൈസേഷൻ ചെയ്തത് 4ലേക്ക് എങ്ങനെ എത്തിയേ? ഏതാ മോളെ? 64 ആണോ? 64 കാണുന്നു. 64 നമ്മൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ 64 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 32, 16, 8, 4, 2, 1. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2ന്റെ ഗ്രൂപ്പ് 3 പേരുള്ള ഒരു ഗ്രൂപ്പ്, 2ന്റെ 3 പേരുള്ള അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഇവിടുന്ന് ഒരു 2 കിട്ടും, ഇവിടുന്ന് ഒരു 2 കിട്ടും. സോ ടോട്ടൽ 2 × 2 4 എന്ന് വരും. എന്തൊക്കെയൊന്ന് പറഞ്ഞു ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഫാത്തിമ സുബൈർ പറയും. സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് വൺ എന്താ പറഞ്ഞേ? 4π 4² 4π × 4r². റേഷ്യോ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട പണി എന്താ ഫാത്തിമ? റേഷ്യോ കിട്ടാൻ ഡിവൈഡ് ചെയ്യണം. 4π × 3r² ഡിവൈഡഡ് ബൈ 4π × 4r². 4π ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് 3r². 3r² എന്ന് പറഞ്ഞാൽ 9r² ആണ്. 4r² എന്ന് പറഞ്ഞാൽ 16r² ആണ്. r² കട്ടാവും. ബാക്കി 9/16 എന്ന് വരും. 9/16. Therefore, ratio is 9:16. നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. റേഷ്യോ 9:16 ആണ്. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. കംപ്ലീറ്റ് ആകാത്തവർ വേഗം കംപ്ലീറ്റ് ചെയ്തേ. നേരിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 കയറിക്കിയ ടൈങ്ങളല്ലേ. Question number 3. ഇതിലേക്ക് മാറ്റാലോ അല്ലേ? ശാലായി. ഓക്കെ. തേർഡ് വൺ ശ്രദ്ധിച്ച് വായിക്കുക. മാക്സിമം 2 മിനിറ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് കാര്യങ്ങൾ എടുത്ത് എഴുതി മുന്നോട്ട് പോകാണ്ടോ. നമ്മൾ പഠിച്ച ഏത് കാറ്റഗറി പെട്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ചെയ്യണമെങ്കിൽ അൾട്ടിമേറ്റ്ലി എന്താ കണ്ടുപിടിക്കേണ്ടത്, അതിന് ഏത് ഫോർമുലയാ വേണ്ടത്, എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു അനാലിസിസ് നടക്കണമെന്നേ. ഈ ഒരു അനാലിസിസ് ആണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ള സമയത്ത് നടക്കേണ്ടത്.
30 seconds ഓടോ മാക്സിമം. അച്ചു ഒന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മീനിങ് കേക്കട്ടെ. ഒരു സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് 4 സെന്റിമീറ്ററും അതിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ. ആ റേഡിയസ് എത്രയായിരുന്നു? 4 സെന്റിമീറ്റർ. ശരി. ലെങ്ത് 10 സെന്റിമീറ്റർ. ഓക്കെ. അത് മെൽറ്റിങ്ങും റീകാസ്റ്റിങ്ങും ചെയ്ത് സ്പിയർ ആക്കി അതിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ. ഫൈൻ. അങ്ങനെ എത്ര സ്പിയർ ഉണ്ടാക്കാം? എത്ര സ്പിയർ കിട്ടുന്നതാണ് ചോദ്യം. ഈ എത്ര സ്പിയർ കിട്ടുന്നുള്ള ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക? അതിനുള്ള മെത്തേഡ് എന്ന് നമുക്കറിയാവുന്ന ഇബ്രാഹിം ബാദുഷ. എത്ര സ്പിയർ, നമ്പർ ഓഫ് സ്പിയേഴ്സ് എങ്ങനെ കിട്ടുക? സർഫസ് ഏരിയ വെച്ചോ? എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് സ്പിയേഴ്സ് കിട്ടുക അൽഷിഫ? രണ്ടിന്റെയും വോളിയം ഡിവൈഡ് ചെയ്യണം. വോളിയംസ് ഡിവൈഡ് ചെയ്യണം. ബാദുഷ എനിക്ക് പേര് നിവൃത്തിയില്ലാട്ടോ മോനെ. കാരണം സാധനങ്ങളൊന്നും കത്തിയിട്ടില്ല. വോളിയത്തിന്റെ ഐഡിയാസ് ഒന്നും കഴിഞ്ഞ എക്സസൈസ് പഠിപ്പിച്ചൊന്നും കയറിയിട്ടില്ല. പേരെഴുതി വെക്കാതെ എനിക്ക് നിവൃത്തിയില്ല. നമ്മളിവിടെ വോളിയംസ് ഡിവൈഡ് ചെയ്യണം. കാരണം സിലിണ്ടറിനെ മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ആണ്, ഉരുക്കി മറ്റൊരു ഷേപ്പിലേക്ക് മാറ്റുന്നു. അപ്പൊ നമുക്ക് വോളിയംസ് കണ്ടുപിടിച്ചിട്ട് വോളിയംസിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആൻസറിലേക്ക് എത്തുക. ഒറ്റ കാര്യം കൂടെ, ഈ വോളിയംസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ സിലിണ്ടറിനെ സംബന്ധിച്ച് വോളിയം കിട്ടാൻ എന്തൊക്കെ ഡേറ്റാസാണ് വേണ്ടേ? സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ അൽസാബത്തെ വോളിയം ഓഫ് ഈ സിലിണ്ടറിന് എന്തൊക്കെ വേണടാ? 6 മാത്രം മതി വോളിയം ഓഫ് ഈ സിലിണ്ടറിന്. ഫോർമുല പറഞ്ഞേ. 4/3 πr³ അപ്പൊ സ്ഫിയറിന്റെ വോളിയോ? വോളിയല്ലേ? സിലിണ്ടർ ആണ് ചോദിച്ചത്. സിലിണ്ടർ ആദ്യം ചോദിച്ചത്. സിലിണ്ടറിന്റെ വോളിയം. സിലിണ്ടറിന്റെ വോളിയം എന്താ? ഫോർമുല എന്താ മുഹമ്മദ് സാബിത്ത്? ഫോർമുലാസ് മറന്നു പോയി കഴിഞ്ഞാൽ ചാപ്റ്റർ മൊത്തം കയ്യിൽ നിന്ന് പോകട്ടുള്ള കാര്യം ഞാൻ പറയാം. πr² ആണ്. πr² ഉള്ള ഫോർമുല അനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം ശരി വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ? റേഡിയസും ഹൈറ്റും. സിലിണ്ടറിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനില് ബേസ് റേഡിയസും ലെങ്ത് ഓഫ് ദ മെറ്റൽ സിലിണ്ടർ ലെങ്ത് തന്നിട്ടുണ്ട്. സിലിണ്ടർ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ ലെങ്ത് തന്നെയാട്ടോ പിള്ളേരെ ഹൈറ്റ്. സിലിണ്ടറെ നമ്മളിങ്ങനെ കുത്തി വെക്കുമ്പോഴാണ് ഹൈറ്റ് എന്ന് പറയാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്. മനസ്സിലായോ? ഞാൻ പറയാൻ മനസ്സിലായോ? നിങ്ങൾ പെൻ തന്നെ നമ്മൾ നോർമലി പെന്നൊക്കെ എന്താണ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെ? പേനയൊക്കെ സിലിണ്ടറിന്റെ ഷേപ്പ് അല്ലേ? ഈ പേന നമ്മൾ ഇങ്ങനെ കുത്തനെ വെക്കുമ്പോൾ എന്താവും? ഹൈറ്റ് എന്ന് പറയും. ഇങ്ങനെ വെക്കുന്നെങ്കിൽ ഹൈറ്റ് നമ്മൾ പറയും. കണ്ടോ? ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഹൈറ്റ് എന്ന് പറയും. ഇതേ പേന നമ്മൾ നമ്മുടെ ടേബിൾ ഇങ്ങനെ കിടത്തി വെച്ചാലോ ലെങ്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? ലെങ്ത്തും ഹൈറ്റും സെയിം സംഗതി തന്നെയാണ്. ഇനി വളരെ സിമ്പിൾ അല്ലേ? വോളിയം ഓഫ് സിലിണ്ടർ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിംപ്ലിഫിക്കേഷൻ ഒക്കെ അവസാനത്തേക്ക് വിടുമായിരിക്കും നല്ലത് കേട്ടോ. വോളിയം ഓഫ് സിലിണ്ടർ ഫോർമുല πr² ആണ്. എല്ലാ ആൾക്കാരും കയ്യിലുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം ഓഫ് സ്ഫിയർ, അവിടെയും ഡേറ്റാസ് എല്ലാം കയ്യിലുണ്ട്. അതും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ ആണ്. രണ്ട് വാല്യൂസും കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക, കട്ടിയുള്ളതിനൊക്കെ കട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കംപ്ലീറ്റ് ആയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് കയറുക.
സ്പീഡാവണം കേട്ടോ. ഒരു 1 more minute മാക്സിമം മതി. ചില ഡേറ്റാസ് ഒക്കെ എനിക്ക് കിട്ടുന്നില്ല. അഫിനൊന്നും പറയണ വോളിയം ഓഫ് സിലിണ്ടർ എങ്ങനെയാ വന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ? pi r square h divided by എടാ വോളിയം ഓഫ് സിലിണ്ടറിൽ 6 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലടാ. 4 pi 20 square h. നീ നോട്ട്ലീസ് ആണ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് ആൻസർ കിട്ടണേ? പിന്നെ എന്തിനാ സാധനം എഴുതി വെച്ചേക്കണേ ഇതിനകത്ത്? ആ ഇരിപ്പ് കണ്ടോണ്ടോ ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, വെറുതെ ചോദിച്ചതല്ല. ഡേറ്റ കൃത്യം കയ്യിലുണ്ട്, ഫോമുല കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരിക്കുന്നേ? പറഞ്ഞ അബിയ വോളിയം ഓഫ് സിലിണ്ടർ pi into 4 square plus 10. 5 into 4 square into 10. റേഡിയസ് 4, ഹൈറ്റ് 10. അതൊന്നും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പണി പോലും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യുവർ സിറ്റുവേഷൻ ഈസ് വെരി പെത്തറ്റിക് എന്നേ പറയാനുള്ളൂ. അതുപോലെ തന്നെ വോളിയം ഓഫ് സ്ഫിയർ. സ്ഫിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത 4/3 into pi into 2 cube. 2 ക്യൂബ് എന്ന് വരും. ഞാൻ കൂടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സിലിണ്ടറിൽ വരുമ്പോൾ 5 into 4 square into 10 divided by 4/3 into 5 into 2 cube. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 into 4 square എന്ന് പറഞ്ഞാൽ 4 into 4 ആണ്, into 10 ഉണ്ട്. ഡിനോമിനേറ്ററിലെ 3 ന്യൂമറേറ്ററിലേക്ക് വരും, ഡിവൈഡഡ് ബൈ 5 into 4 ആദ്യം ഉണ്ട്. 4 into 5 into 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 into 2 into 2. കട്ട് ചെയ്യാവുന്നതൊക്കെ കട്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് പൈ ആൻഡ് പൈ ക്യാൻസൽ ചെയ്യാം, 4 and 4 ക്യാൻസൽ ചെയ്യാം, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. ആ 2ഉം അടുത്ത 2ഉം വെട്ടാം, 2ഉം 10ഉം വെട്ടിയാൽ 5 കിട്ടും. ഫൈനൽ ആൻസർ 15 ആണോ? ഫൈൻ. നമുക്ക് ലാസ്റ്റ് എടുത്ത് എഴുതണം കേട്ടോ. Therefore 15 spheres can be made എന്നെടുത്തെഴുതും. നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കാത്തിടത്തോളം മാത്തമാറ്റിക്സ് മനസ്സിലാവില്ല കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാത്തിടത്തോളം മാത്തമാറ്റിക്സ് മനസ്സിലാവില്ല. അങ്ങനെ കിട്ടുന്ന, അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ സംഗതി നിങ്ങൾക്ക് തിരിയൂല. ഇതൊരു സ്കില്ലാണ്, നിങ്ങൾ ചെയ്താലേ തിരിയൂ. Right, I hope everyone started next one. Fourth one. Fourth ഇപ്പൊ ചെയ്തതിന്റെ തിരിച്ചുള്ളൊരു പണി മാത്രം കേട്ടോ, ഓരോന്നുമല്ല. തുടങ്ങിക്കോ ടൈം കളയണ്ട.
റൈറ്റ് എന്ന് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്താ തന്നിട്ടുള്ളത് വേഗം പറഞ്ഞേ കേൾക്കട്ടെ. മുഹമ്മദ് സാബിത്തെ പറഞ്ഞടാ. ഒരു മെറ്റൽ സ്ഫിയറിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റേഡിയസ് സ്ഫിയറിന്റെ 12 ആണ്. ശരി. പിന്നെ അത് റീകാസ്റ്റ് ചെയ്തിട്ട് 27 സ്മോൾ സ്പേസ് ഉണ്ടാക്കി ഈക്വൽ ഓക്കെ സൈസ്. ഓക്കെ അപ്പൊ അതിന്റെ റേഡിയസ് എത്രയായിരുന്നു? ശരി. സ്മോൾ സ്പേസ്. ക്വസ്റ്റ്യൻ വ്യക്തമാണ്. ഒരു വലിയ സ്ഫിയർ ഉണ്ടായിരുന്നു. ആ വലിയ സ്ഫിയറിന്റെ റേഡിയസ് 12 ആണ്. അതിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് ചെറിയ സ്ഫിയേഴ്സ് ഉണ്ടാക്കി 27 ചെറിയ സ്ഫിയർ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് എന്നാണ് ചോദ്യം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതിന്റെ ഞാൻ പറഞ്ഞു ഒരു കോൺവേഴ്സ് കേസ് ആണ്. ശ്രമിച്ചു നോക്കിയ വേഗം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ കൺസെപ്റ്റ് അതേ ഐഡിയ തന്നെയാണ് കേട്ടോ. വേഗാവട്ടെ. 3 മിനിറ്റ് മാക്സിമം. ശ്രമിക്കുക. നിങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുത്. ട്രൈ ചെയ്യ്. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ആകുമ്പോൾ എന്താ കൺസെപ്റ്റ്, എന്താ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് അറിയാലോ. അല്ലാതെ വെറുതെ ഇരിക്കില്ലേ. നീ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ബൈഹേർട്ട് ചെയ്യുന്നതല്ലോ. നമ്മൾ തന്നെ ചെയ്ത് നോക്കിയാലേ സാധനം തിരിയോളൂ. മൂന്ന് മിനിറ്റ് മാക്സിമം കേട്ടോ. സ്പീഡാവണം. Two more minutes. എങ്ങനെ തുടങ്ങിയെന്ന് കേൾക്കട്ടെ. എങ്ങനെ ചെയ്ത് തുടങ്ങിയ കേൾക്കട്ടെ എന്ന് പറഞ്ഞേ. അലി പറ. സർഫസ് ഏരിയ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഏത് ക്വസ്റ്റ്യനില്? വലിയ സ്ഫിയറിന്റെ. അതുകൊണ്ട് എന്താ ഗുണം? ഇവിടെ ഏതാ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ? ഏത് കാറ്റഗറി പെട്ട ക്വസ്റ്റ്യൻ? ഏത് ഒരു വലിയ സ്പെയറിൽ കുറെ ചെറിയ സ്പെയറിന്റെ. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് അല്ലേ? മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് നമ്മൾ ആരെ കണക്ട് ചെയ്യുക? ഏത് പ്രോപ്പർട്ടിയാ കണക്ട് ചെയ്യുക? വോളിയം. സർഫസിയുടെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? ചിന്തിച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോ ചിന്തിക്കാതെ വെറുതെ എന്തെങ്കിലും എഴുതി കൂട്ടി വെക്കല്ലേ. ഓക്കെ എന്ന് പറഞ്ഞ ആശ്ന മോൾ എങ്ങനെയാ കിട്ടുക?
ആദ്യം ആ ലാർജ് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഉം, അത് ആ 27 സ്ഫിയറിനോട് ഈക്വൽ ആയിരിക്കും. ഉം. എന്നിട്ട് ആർ ക്യൂബ് കണ്ടുപിടിച്ചിട്ട് ആർ ക്യൂബിനെ സിംപ്ലിഫൈ ചെയ്ത് റേഡിയസ് കണ്ടുപിടിക്കും. സിംപ്ലിഫൈ റേഡിയസ് കണ്ടുപിടിക്കുക, ഇത്രേ ഉള്ളൂ പണി. നമുക്ക് തന്നിരിക്കുന്നത് ലാർജ് സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സോ റേഡിയസ് ഓഫ് ലാർജ് സ്ഫിയർ ഈക്വൽ ടു റേഡിയസ് ഓഫ് ലാർജ് സ്ഫിയർ 27 തന്നിട്ടുണ്ട്. സോറി 12 തന്നിട്ടുണ്ട് അല്ലേ. റേഡിയസ് 12 12 സെന്റിമീറ്റർ. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ആയതുകൊണ്ട് വോളിയം എന്തായാലും വേണം. അപ്പൊ വോളിയം ഓഫ് ലാർജ് സ്ഫിയർ എന്ന് പറയുന്നത് ഫോർമുല 4/3 പൈ ആർ ക്യൂബ് 4/3 പൈ ഇൻറ്റു 12 ക്യൂബ് എന്ന് കിട്ടും. തൽക്കാലം നമ്മൾ ആ വോളിയത്തിന് അങ്ങനെ നിർത്തുന്നു. സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകേണ്ടതില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള വേറെ ഡേറ്റ എന്താ? വോളിയം ഒക്കെ നമ്മളിങ്ങനെ ഏകദേശം കണ്ടെത്തി നിർത്തിയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡേറ്റ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അമീൻ ഷാജി, വേറെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള? വോളിയം അല്ലാതെ, സോറി റേഡിയസ് അല്ലാതെ. സെയിം ഈക്വൽ സെയിം ആയി 27 സ്മോൾ സ്പേസ്. 27 സ്ഫിയേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്പർ ഓഫ് സ്മോൾ സ്ഫിയേഴ്സ് തന്നിട്ടുണ്ട് 27 ആണ്. ഇനി നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമ്പർ കിട്ടുന്ന പണി എങ്ങനെയാന്ന് നമുക്ക് അറിയാം അല്ലേ. നമ്പർ കണ്ടുപിടിക്കുന്ന എങ്ങനെ നമ്മൾ ഫാത്തിമ ഇർഫാന? നമ്പർ ഓഫ് മെറ്റീരിയൽസ് കിട്ടുന്നത് എങ്ങനെയാ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗില്? ഏതാ ഇക്വേഷൻ? വോളിയം ഓഫ് ലാർജ് സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ. വെരി ഗുഡ്. അങ്ങനെ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് അങ്ങനെയാണ്. വോളിയം ഓഫ് ലാർജ് സ്ഫിയർ divided by volume of small sphere is equal to 27. അതിൽ ലാർജിനെ കൊടുക്കാൻ നമുക്ക് ഇപ്പോൾ കൃത്യ ആളുണ്ട്. സ്മോളിൽ നമുക്ക് ആളെ അറിയില്ല, അതുകൊണ്ട് ഫോർമുല മാത്രം എഴുതാം. റേഡിയസിനെ ആർന്ന് തന്നെ നിർത്തിയാൽ മതി. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ ക്യൂബിന് ഒരു വാല്യൂ ഒക്കെ കണ്ടെത്താൻ പറ്റും. ആർ ക്യൂബിന്റെ വാല്യൂ വെച്ചിട്ട് ആറും കണ്ടുപിടിക്കാൻ പറ്റും. സോൾവ് ചെയ്ത വേഗം 2 മിനിറ്റ് കേട്ടോ. കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വീഡിയോയിൽ. 1 2 3 4 5 6 7. ഓക്കെ. ഷുഹൈബ് എത്രടാ കിട്ടി? 3. നമുക്ക് നോക്കാം. അഫ്ര ആൻസർ കിട്ടിയതാണോ അതോ ഡൗട്ട് ആണോ? കിട്ടിയതാ സർ. ഓക്കെ. സ്പീഡ് ഔട്ട് 1 മിനിറ്റ് കേട്ടോ. Thirty seconds more. റൈറ്റ് ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറയണ്ട കേൾക്കട്ടെ.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരിക? ബോബി സാർ പറ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാ ചോദിച്ചാ, എന്താന്ന് ചോദിച്ചു. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? പറയടാ. എന്തൊക്കെയാ ഇപ്പൊ നമ്മുടെ ഫോമിൽ കിടക്കുന്നത്? ഇപ്പൊ എഴുതിയേക്കുന്ന ഫോമിൽ എന്തൊക്കെയാ? ലാർജ് സ്പിയറും സ്മോൾ സ്പിയറും ഉണ്ട്. ലാർജിന്റെ വോളിയം തൊട്ട് മുകളിൽ ഇരിപ്പില്ലേ? തൊട്ട് മുകളിൽ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടില്ലേ? എന്താ എഴുതി വെച്ചേക്കുന്നേ? 4/3 πr². 4/3 πr²? ഇല്ല, നിന്റെ ബുക്കിൽ എഴുതി വായിക്കാനാ ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല കേട്ടോ. πr³ 4/3 πr³ വീണ്ടും ഒരു സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 4/3 πr into 12³ 4/3 π into 12³ അത് വോളിയം ഓഫ് ലാർജിൽ കൊടുക്കാം. വോളിയം ഓഫ് സ്മോളിൽ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യണം. 4-5 മിനിറ്റ് വെറുതെ ബോർഡിലേക്ക് നോക്കിയിരുന്ന ഈ സാധനം ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് ചെയ്യാതെ കിട്ടൂല. തൊട്ട് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ നേരെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. സാർ π into 27³ into h ആണ്. 4/3 ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/3 π into 12³ ലാർജിന്റെ വോളിയം. സ്മോളിന്റെ വോളിയം നമുക്ക് അറിയില്ല. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4/3 πr³ ഈക്വൽ 27 വരും. ഇവ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 π and 4/3 π ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി വരുന്നത് 12³ ഈക്വൽ ടു എന്നാണ് നമുക്ക് കിട്ടുക. 12³ ഡിവൈഡഡ് ബൈ r³ ഈസ് ഈക്വൽ ടു 27 വരും. r³ അപ്പുറത്തേക്ക് മാറ്റിയാൽ 12³ ഡിവൈഡഡ് ബൈ 27 ഈക്വൽ ടു r³ എന്ന് കിട്ടും. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12³ എന്ന് പറഞ്ഞാൽ 12 into 12 into 12 ആണ്. കട്ട് ചെയ്യാം. 27ഉം 12ഉം 3 വെച്ച് കട്ട് ചെയ്താൽ 12 4 ആവും. 27 എന്ന് പറഞ്ഞാൽ 9 ആവും. 9ഉം അടുത്ത 12ഉം കട്ട് ചെയ്യാം. വീണ്ടും 4 വരും. 3ഉം അടുത്ത 12ഉം കട്ട് ചെയ്യാം. 4. അപ്പോൾ r³ ഈക്വൽ ടു 4 into 4 into 4 എന്ന് വരും. അത് 64 ആണ്. r ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64. ഇതിന് മുകളിൽ പ്രവൃത്തി ചെയ്താണ് ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ് വാല്യൂ എഴുതുന്നുള്ളൂ കേട്ടോ. r ഈക്വൽ ടു 4 ആണോ കിട്ടിയേ? r ഈക്വൽ ടു 4 ആണ് കിട്ടേണ്ടത്. ഇതാണ് അതിന്റെ മെത്തേഡ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് തന്നെ, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് അതിനൊന്ന് തിരിച്ച് ഉപയോഗിച്ചു എന്ന് മാത്രം. കോൺവേഴ്സ് ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. നമ്മൾ ആ ചെയ്ത മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിങ്ങിനെ ഒന്ന് കോൺവേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്തു, അത്രമാത്രം. തിരിച്ച് അപ്ലൈ ചെയ്തു. കഴിഞ്ഞ കംപ്ലീറ്റ് ആയോ എല്ലാവരും? എവരിവൺ? ഓക്കെ, ലിസൺ. ഇനി അടുത്ത ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, കേട്ടെ. അത് കൺവേർഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം കേട്ടോ. നമ്മൾ നിലവിൽ വോളിയം എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുമ്പോൾ ഏത് യൂണിറ്റാണ് നമ്മൾ എഴുതുക വോളിയത്തിന്? വിമനവാസ്? സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബ് നമ്മൾ ഉപയോഗിക്കുക. കാരണം നമുക്കിപ്പോൾ കിട്ടിയ ലെങ്ത്തുകളൊക്കെ സെന്റിമീറ്ററിലായതുകൊണ്ട് നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് എന്നൊരു യൂണിറ്റ് ഉപയോഗിക്കും. ഇനി സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് എല്ലാം മീറ്ററിലാണെങ്കിലോ യൂണിറ്റ് എങ്ങനെയാ വരിക ശബന? മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് നമ്മൾ എഴുതും. ഓക്കെ. ഇനി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ലിക്വിഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ യൂണിറ്റ് ഉണ്ട്. വെള്ളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ വാങ്ങുമ്പോഴേ, അല്ലേ, നമ്മൾ സ്പ്രൈറ്റോ 7up ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഇത്ര സെന്റിമീറ്റർ ക്യൂബ് 7up എന്ന് പറയാറില്ല, അല്ലേ? നമ്മളവിടെ ഏതാ യൂണിറ്റ് ഉപയോഗിക്കുക ഹാരിസേ? പെട്രോള്, വെള്ളം, ഇതൊക്കെ നമ്മൾ ഏതാ യൂണിറ്റ് ഉപയോഗിക്കുക?
ലിറ്റർ നമ്മൾ പറയാം അല്ലെ. 1 ലിറ്ററിന്റെ ബോട്ടിൽ, 1.5 ബോട്ടിൽ എന്നാണ് നമ്മൾ പറയാം. ലിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഈ ലിറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് വോളിയത്തിന്റെ. ഓക്കെ, അതിന്റെ കൺവേർഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. 1 meter cube is equal to 1000 liter. Also, 1 liter is equal to 1000 centimeter cube. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺവേർഷൻ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണ്. നമ്മുടെ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഈ ആളെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ലേറ്റിനിപ്പോൾ ചിലപ്പോൾ എക്സാമിനൊക്കെ വരുന്നെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാലായി എന്നോർത്ത് പറഞ്ഞതാണ്. 1 മീറ്റർ ക്യൂബ് ഈക്വൽ 1000 ലിറ്റർ എന്നുള്ളത് നമുക്ക് വെരി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തന്നെ ആവശ്യം വരും നമ്മൾ മുന്നോട്ട് ചെയ്തു വരുമ്പോൾ. നോട്ട് ചെയ്ത് വെച്ചാൽ ഡൗട്ടിനെ ചോദിച്ചേ. ഓക്കെ, ക്ലിയർ ആണ് എവരിവൺ? ശരി, കേട്ടോട്ടോ. 3 ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ, കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റർ കാർവ്ഡ് ഔട്ട്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. കണ്ടോ ക്വസ്റ്റ്യനില്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ് ദ വോളിയം ഓഫ് കോൺ. ഈ ഫ്രാക്ഷൻ ഓഫ് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഷ്യോ തന്നെയാട്ടോ. ഫ്രാക്ഷൻ ഓഫ് വോളിയം എന്ന് പറയുന്ന സംഭവം റേഷ്യോ തന്നെയാണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ x/y അല്ലെങ്കിൽ R1/R2 എന്ന് പറയും അല്ലേ. നമ്മൾ മറ്റൊരു രീതിയിൽ R1:R2 റേഷ്യോ എന്ന് പറയാം. ഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഷ്യോ തന്നെയാണ്. ഓക്കെ, റൈറ്റ്. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തിട്ട് ലെഫ്റ്റ് ആകാവൂ. ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. റിമൈനിങ് വിൽ ഡിസ്കസ് ഓൺ ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. Thank you, sir.